മതിയമ്മേ, ഇത് എത്രാമതാന്നറിയോ? ഒരു കേടുമില്ല. ഹോട്ടലിൽ തിന്ന് എന്റെ കുട്ടിയുടെ കോലം കിട്ടും. ഇപ്പൊ എനിക്കൊരു വീടുണ്ട്. അമ്മയ്ക്ക് എന്നോട് പോന്നൂടെ? ഞാൻ പോരാ. അമ്മ വരും. തൊഴുത്തില് 3-4 മക്കള് വേറെ ഉണ്ട് അമ്മയ്ക്ക്. ഇനി അതിനെയൊക്കെ വെക്ക്. അമ്മ ഈ വയസ്സുകാലത്ത് എന്തിനാ ബുദ്ധിമുട്ടണേ? ആഹാ, വിൽക്കേ. നല്ല കാര്യായി. ഇത്ര കാലം ചോറ് തന്ന അവറ്റയാ. ഏട്ടത്തി, നിങ്ങൾക്കെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? ഇതിപ്പോ കരക്കാര് പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. അതിന് അവൻ വരുമെന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. നിനക്കല്ലേ അവനെ കാണാൻ ധൃതി. ചെല്ല്. വരെ. നീ കാപ്പി കുടിച്ചില്ലേ? കുടിച്ചു. നിന്റെ പഴയ ചാട്ടവും ബഹളമൊക്കെ എവിടെ പോയി? BA ജയിച്ചോ? തോറ്റു. 2 പ്രാവശ്യം എഴുതി. ഓരോ പ്രാവശ്യം മാർക്ക് കുറഞ്ഞു വരിക. പിന്നെ നിർത്തി. ഇവളെന്ത് പറഞ്ഞിട്ട് ചിരിക്കണേ? പുറത്ത് ഒരു മനുഷ്യരോട് മിണ്ടാത്ത കുട്ടിയാ. അന്യന്മാരോടല്ലോ, ഹരിയോടല്ലാതെ വേറെ ആരോടാ അവരുടെ നേരപ്പോക്ക് പറയുക? കുട്ടിക്കാലം മുതല് ഹരിയുടെ വാലിനെ തൂക്കി നടക്കലായിരുന്നല്ലോ. അതിന് കുറെ തല്ലും കൊണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവളെന്റെ അടുത്ത് പറഞ്ഞ തന്നെ എനിക്ക് പേടിയാ. ശേഖരമാന്റെ അടിയുടെ ചൂടേ. ഇപ്പോഴും ഉണ്ടോ പേടി? പിന്നെ എല്ലാം ഓർമ്മയുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നേ. സംസാരിച്ച് നേരം കളയണ്ട. ഇന്ന് തന്നെ പോണെന്നുണ്ടെങ്കിൽ രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങുക. ശരി. പിന്നെ ഹരി, റവന്യൂ മിനിസ്റ്റർ നമ്മുടെ സ്വന്തം ആളാ. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു മന്ത്രിയെ ഉണ്ടെങ്കിലും അവൻ മിനിസ്ട്രിയിൽ ശക്തനാ. നിന്നെ കാലിക്കറ്റ് തന്നെ പോസ്റ്റ് ചെയ്യിപ്പിച്ചത് അവൻ ഒരാളുടെ മിടുക്ക. കാലിക്കറ്റ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ലായിരുന്നു. പക്ഷെ എനിക്കുണ്ട്. കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലകളിൽ ഒന്നാണ്. സ്വന്തം ജില്ലയിൽ തരില്ല. തൊട്ടടുത്ത ജില്ലയിലെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്പാട്ടുകാർക്ക് എന്താ ഒരു ഗമ? വേണ്ട. കഴിവരുടെ മോനെ, എന്താ നിനക്ക് പിടിച്ചില്ലേ? ഓ, ഇപ്പൊ ഏമാനല്ലേ? ക്ഷമിക്കണം. നിന്റെ തന്തയെ കഴിവറിനെ വിളിക്ക. അപ്പൊ നിന്നെ എന്ത് വിളിക്കണം? വന്നോന്നറിഞ്ഞു. കുഞ്ഞുണ്ണിയമ്മായ നിങ്ങൾക്കൊക്കെ പുച്ഛല്ലേ? പോകിരി, കള്ളൂടിയൻ. സാറുമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാ വരായിരുന്നേ. ഞാൻ അന്വേഷിച്ചിരുന്നു. അമ്മയുടെ കയ്യിൽ ഒരു മുണ്ടും ഷർട്ടും കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? എന്നെ അനുഗ്രഹിക്കണം. സന്തോഷായി. ഒന്നുമില്ലല്ലോ അമ്മാന്റെ. ചെമ്പിന്റെയാ. 8 പവന്റെ മോതിരം ഉണ്ടായിരുന്ന കയ്യാ. ഇപ്പോ ഇത് വിൽക്കാൻ പറ്റില്ല. ആരും എടുക്കില്ല. ഇത് വെച്ചോ. വേഗം പോയിക്കോ, നിക്കണ്ട. കഴിവറ മക്കളെ, നോക്കടാ പോക്ക്. പറവറക്കണ എന്താ? എന്റെ മരുമോനാ, കളക്ടറാ, അമ്മാട്ടെ കുഞ്ഞുനാരുടെ മരുമോൻ. സുഹൃത്തുക്കളെ, ഞാൻ ചാർജ് എടുത്തിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എല്ലാം വിശദമായി പഠിക്കാനുള്ള സമയം എനിക്ക് തരണം. ഈ യോഗത്തിൽ ഞാൻ പങ്കെടുത്തത് തന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. മുൻകാലങ്ങളിൽ പല വീഴ്ചകളും പറ്റിയിട്ടുണ്ടാവും. അതൊക്കെ ക്ഷമിക്കുക. വാചക കസർത്തുകൾ നമുക്ക് ഉപേക്ഷിക്കാം. എന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരമാവധി നീതിയും ശുഷ്കാന്തിയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്കും ഉണ്ടാകണം. ഇന്നത്തെ യോഗം നമുക്ക് അവസാനിപ്പിക്കാം. സാറിനൊരു ഫോൺ ഉണ്ടായിരുന്നു. റവന്യൂ മിനിസ്റ്റർ TVയിൽ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ഇറങ്ങാണ്. റവന്യൂ മിനിസ്റ്റർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബി കെയർഫുൾ. കക്ഷി ഭയങ്കര സോപ്പാ. കളക്ടറെ മിനിസ്റ്ററുടെ പാർട്ടിക്കാരനാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. Let us see. ഇരിക്കൂ. ഞാനൊരു ചായ കഴിക്കായിരുന്നു. മിസ്റ്റർ അരുദാസ് കഴിച്ചോ? ഇല്ല. എങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാമായിരുന്നല്ലോ. സാറില്ല. ആ, ശേഖരൻ നായർ ഹരിയുടെ അമ്മാവനാണല്ലേ? അതെ. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ശേഖരൻ നായരുടെ ബന്ധു എന്ന നിലയിലാണ് ഹരിയെ കോഴിക്കോട് തന്നെ പോസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ പാർട്ടി എന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? ക്ഷമിക്കണം സർ. ഒരു സിവിൽ സർവന്റ് ഒരു പാർട്ടിയുടെ ആളായിരിക്കരുത്, പ്രത്യേകിച്ച് ഒരു കളക്ടർ.
ഗുഡ്, യു ആർ കറക്റ്റ്. നമ്മുടെ പാർട്ടിയുടെ വിരോധിയല്ല എന്നെങ്കിലും ഞാൻ ധരിച്ചോട്ടെ. അങ്ങയുടെ പാർട്ടിയുടെ മാത്രമല്ല, ഒരു പാർട്ടിയുടെയും വിരോധിയല്ല ഞാൻ. എനിവേ, വെറും 3 MLA-മാരുള്ള ഒരു പ്രാദേശിക കക്ഷിയാണ് ഞങ്ങൾ. വടക്കോട്ട് ഞങ്ങൾക്ക് വേരുകളും കുറവാണ്. എന്നും അങ്ങനെ ആയാൽ പോരല്ലോ. ഹരിദാസിന്റെ അമ്മാവനും ഞങ്ങളൊക്കെ കൂടി ചില പരിപാടികൾ ഇടുന്നുണ്ട്. മിസ്റ്റർ ഹരിദാസ് അമ്മാവനെ സഹായിക്കണം. എനിക്ക് മനസ്സിലായില്ല സർ. നത്തിങ് ഇല്ലീഗൽ, എ മോറൽ സപ്പോർട്ട് ഓവർ പാർട്ടി മെൻ. മോറൽ സപ്പോർട്ട് എന്ന വാക്കിന് സാർ ഉദ്ദേശിക്കുന്ന അർത്ഥം? ആ വാക്ക് അർഹിക്കുന്ന അർത്ഥം തന്നെ, ധാർമ്മിക പിന്തുണ. സാർ, CM വിളിക്കുന്നു. അയാൾക്ക് എന്തിന്റെ കേടാ? ഞാനൊന്ന് അനങ്ങിയാൽ അയാളുടെ വിചാരം ഞാൻ അയാളുടെ സർക്കാരിന്റെ താഴെ ഇടുന്ന. അപ്പോ നമുക്ക് ഇനിയും കാണണം സർ. മിസ്റ്റർ ഹരിദാസ്, മൈ ഹാർട്ടി ബ്ലെസ്സിങ്സ് ഇൻ അഡ്വാൻസ് ഫോർ എ ബെറ്റർ ആൻഡ് ജോയ്ഫുൾ മാരിഡ് ലൈഫ്. ചേകരനാരനോട് സൂചിപ്പിച്ചു. ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഡോക്ടർ, നമ്മുടെ ഓരോ താലൂക്ക് ഹോസ്പിറ്റലിലൂടെയും സ്ഥിതി ഇതാണ്. DMO എന്ന നിലയ്ക്ക് താങ്കളുടെ കുറെ കൂടെ മെച്ചപ്പെട്ട പ്രവർത്തനം ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രമിക്കാം സാർ. അതൊരു പതിവ് വാചകമാക്കരുത്. എക്സ്ക്യൂസ് മീ സർ, യെസ്. മദ്യവെച്ച് ബഹളമുണ്ടാക്കിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അയാൾ സാറിന്റെ അമ്മാവനാണെന്നാണ് പറയുന്നത്. ഓ, എന്റെ തൊപ്പി ഓടിച്ചില്ലെങ്കിൽ ഞാൻ അമ്പാട്ട കുഞ്ഞുണ്ണിയാരല്ല. എടാ, വിശ്വസിച്ചില്ലടാ ഈ ചെറ്റകള്. നീ എന്റെ അനന്തരാണെന്ന് പറഞ്ഞപ്പോ ഈ കൂലിപ്പൊട്ടാളെ ഇളിച്ച്. ഇപ്പഴാ വന്നോളൂ വന്നോളൂ വന്നോളൂ. വാരര് രാവുണ്ണിമാരെ. ഞാൻ നായര്, ആ. കുഞ്ഞുണ്ണി നായർ, ആ. അമ്പാട്ട കുഞ്ഞുണ്ണി നായർ. ആ. ആരാ? അമ്പാട്ട കുഞ്ഞുണ്ണിയായി. ആ, മനസ്സിലായല്ലോ. വന്നോളൂ വന്നോളൂ വന്നോളൂ. വന്ന്. ബലത്തിൽ പിടിക്കണ്ട, ഇല്ല ഇല്ല. പയ്യെ പിടിച്ച. ആയിക്കോളാം. മര്യാദയ്ക്ക് വരൂ. പിടിക്കണം. കുടുംബക്കാരെ പിടിക്കുന്നു. അമ്പാട്ടുകാരെ പിടിക്കുന്ന പോലെ പിടിച്ചോ. എന്ത് ചെയ്യാനാ? വെയിറ്റ്. സോറി ഫോർ ദ ട്രബിൾ. Forget it, sir. സ്വന്തം അമ്മാവനാണോ? അതെ, അങ്ങനെ ആയിപ്പോയി. കലക്ടർ ബംഗ്ലാവ് നമ്മുടെ ഷായുടെ വീടിനേക്കാൾ വലുതാന്നാ പറയണത്. പഠിക്കലും മുറ്റത്തും ആഫീസിലും ഒക്കെ കാവലുണ്ടത്രേ. ഒരു രാജ്യം ഭരിക്കുന്ന ആളാവുമ്പോ അംഗരക്ഷകരും അനുചരന്മാരും ഒക്കെ വേണ്ടേ? അമ്മേ, നമുക്കൊന്ന് കോഴിക്കോട് പോവാം. അങ്ങനെ ഒന്ന് പോയിട്ട് വരാൻ ഞാനില്ല. പോവാണെങ്കിൽ സ്ഥിരമായിട്ട് പോണം. കുറച്ചു നാളെങ്കിലും അന്തസ്സിലൊന്ന് ജീവിക്കണം. അതിന് പശുക്കളെ ഒന്ന് വിൽക്കണ്ടേ? ഇവറ്റകളെ ഉപേക്ഷിച്ചിട്ട് പോരാൻ ഞാനില്ല. ഞാൻ ആ മത്തായിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആര്? കശാപ്പുകാരൻ മത്തായിയോ? നമുക്ക് വിറ്റാ മതിയല്ലോ. കശാപ്പിനാണോ വളർത്താനാണോ എന്ന് അന്വേഷിക്കണത് എന്തിനാ? കാശ് കിട്ടിയ പോരെ? അതിലും ഭേദം ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ അങ്ങോട്ട് കൊല്ലുക. അതിനുശേഷം നിങ്ങൾ വിൽക്കുവോ കോഴിക്കോട് പോവുകയോ എന്താച്ചാ ചെയ്യാ. ഹലോ, കലക്ടർ സ്പീക്കിംഗ്. സൂപ്രണ്ട് വരുമ്പോ 61 ടൗൺ സർവേ ഫയലും 85 റീസർവേ ഫയലും തെരഞ്ഞു വെക്കാൻ പറയണം. ശരി, ഞാൻ ഇറങ്ങാം. അമ്മാവാ, ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ നാണം കെടുത്തരുത്. പണമാണ് വേണ്ടതെങ്കിൽ മാസം തോറും എത്രയാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. പോരെ? വേണ്ട, പണത്തിന് അത്ര ആർത്തിയൊന്നുമില്ല. പണം കണ്ട് കൊതി മാറിയവനാ. കൈ നിറയെ വാരി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടാവില്ല. എന്ന് കുട്ടിയാ. അമ്മാവനിരിക്കെ. വേണ്ട, വന്നത് ബുദ്ധിമുട്ടായെങ്കിൽ ഇനി വരില്ല. അമ്മാവൻ വരരുതെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാരും വെറുത്തോനാ. മോനെങ്കിലും വെറുക്കരുത്. ഇത്തവണത്തേക്ക് മാപ്പ്. എന്നെ വിട്ടിട്ട് ശോഭയും പോവാണല്ലേ? നമ്മൾ എന്നേക്കായി പിരിയൊന്നുമല്ലല്ലോ. കുറച്ചുനാൾ കഴിയുമ്പോ ചേച്ചി അങ്ങോട്ട് തന്നെയല്ലേ വരാൻ പോണത്. വല്ലതും പറയണ ഏട്ടനോട്. ഇനിയും വൈകിക്കണ്ടെന്ന് പറയാല്ലേ? പറയാതെ അറിയാലോ. ഞാനാണെന്ന് തോന്നുന്നു വഴിമുടക്കി നിൽക്കുന്നത്. ഞാൻ പറയും ചേച്ചി പരിഭവിച്ചിരിക്കുകയാണെന്ന്. ഒരു പരിഭവവും ഇല്ല. ഇനിയും കാത്തിരിക്കാം, എത്ര വേണേലും, ഈ ജന്മം മുഴുവൻ. നമസ്കാരം.
വരൂ, ഇരിക്കെ. എന്റെ പേര് രാധമ്മ, മരിച്ചുപോയ തോമസ് ചാക്കോയുടെ ഭാര്യ. തോമസ് ചാക്കോ ആത്മഹത്യ ചെയ്യായിരുന്നു അല്ലേ? തോമസ് ആത്മഹത്യ ചെയ്യില്ല, പോലീസുകാർ കൊന്നതാണ്. എന്തിന്? ആദിവാസികളെ സംഘടിപ്പിച്ചു എന്ന കുറ്റത്തിന്. ഇപ്പൊ ഇവിടെ? ഞാനിപ്പോ ബേപ്പൂരാണ്. തോമസ് തുടങ്ങി വെച്ചത് ഞാൻ തുടരുന്നു. ഓഹോ. നക്സലേറ്റ് ആണെന്ന മുൻവിധി വേണ്ട, അത് പാഴായി പോയൊരു കിനാവാണ്. അദ്ദേഹം ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, അവർക്ക് വേണ്ടി മരിച്ചു. ഞാൻ തീരപ്രദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? സമാധാനപൂർണമായ ജീവിതം, അത്രേ ഉള്ളൂ. ബേപ്പൂര് കടപ്പുറത്ത് കുറെ ചോര വീണിട്ടുണ്ട്, മതങ്ങളുടെ പേരിൽ, രാഷ്ട്രീയ കളിയുടെ പേരിൽ. കഴിഞ്ഞ 1 കൊല്ലമായി അവിടെ അതൊന്നും നടക്കാറില്ല. ഞങ്ങൾ സ്ത്രീകളാണ് എല്ലാം മാറ്റിമറിച്ചത്. കുറച്ചു നാളായി പോലീസ് ഞങ്ങളെ ശല്യം ചെയ്യുന്നു, പലരെയും പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുന്നു. ഞങ്ങൾക്ക് നീതി വേണം. പോലീസ് വെറുതെ മർദ്ദിക്കോ? എന്നെ വിശ്വസിക്കണ്ട, അങ്ങ് അന്വേഷിച്ചറിഞ്ഞാൽ മതി. അങ്ങയിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരി, ഞാൻ അന്വേഷിക്കാം. നിങ്ങൾ പോയിക്കോളൂ. ശരി. ഹലോ, കളക്ടറാണ്. ADM ഇല്ലേ അവിടെ? ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതി. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. ഇതിനെ വിചാരിക്കുന്നേ പറഞ്ഞൂടെ? ഏതായാലും ഞാൻ ഇവിടെ തന്നെ താമസവും ഭക്ഷണവും. അതൊരു പുതിയ കാര്യമൊന്നുമല്ലോ. അല്ല, അത് തന്നെ പറയണത്. ഇപ്പോ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വരുത്തുകയാണെങ്കിൽ ഞാൻ കഴിക്കണതിന്റെ ഓഹരി കാശ് ഞാൻ തന്നെ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഇഷ്ടപ്പെടുന്നില്ല. താങ്ങില്ല, വരുമാനം കമ്മിയാന്ന് അറിയാലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അടുക്കള കയറിയാൽ എന്താന്ന് ആലോചിക്കുക. വെപ്പിത്തിന് ഇഷ്ടമുണ്ടെന്ന് വലിയക്കോളൂ. എന്നാ പിന്നെ എന്തിനാ ആലോചിക്കുന്നേ? അങ്ങ് ചെയ്തൂടെ? എന്തൊക്കെയാ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോളൂ. കഞ്ഞി, ചെറുപയറ്, പപ്പടം, പിന്നെ ഒരു സമ്മന്തി. ഇത് രാവിലെ. അത് തന്നെ രാത്രി. ഉച്ചയ്ക്ക് സാമ്പാറും മോര്. പിന്നെ ഇഷ്ടമുള്ള എന്താ വെച്ചാ അതും. എനിക്കോ? പിന്നെ അല്ലാണ്ടാർക്കാ? സ്ഥലായി. അല്ല, നല്ല പശുമാംസം എങ്ങനെയാ? അപ്പൊ മത്സ്യമാംസം ഒക്കെ നിർബന്ധമില്ല, പക്ഷെ കിട്ടിയ വിടില്ല. അത് ശരി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ നമ്പ്യാർ. സാധാരണ കലക്ടർമാർ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാറില്ല. അത് കുറച്ചിലാണെന്നാണ് വെയ്പ്പ്. ആ കുറവ് എനിക്ക് ഉണ്ടായിക്കോട്ടെ. ഞാൻ വന്നത് ബേപ്പൂർ പോലീസ് അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നൊരു പരാതി ഉണ്ടായിട്ടുണ്ട്. ആരാണ് അവിടുത്തെ SI? ആർക്കാണ് കംപ്ലൈന്റ്? ബാലിശമായ ഒരു ചോദ്യമാണത്. കലക്ടർക്കാരോ തെറ്റായ വിവരം തന്നാണ്? നോ, ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ചറിഞ്ഞതാണ്. അവിടെ നെക്സലൈറ്റുകളുടെ സെല്ല് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിചാരിച്ചാൽ തകർക്കാം, അല്ലെങ്കിൽ അതൊരു ഭീഷണിയാകും. കടപ്പുറത്തെ പാവങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്യൂഷൻ ക്ലാസ് സംഘടിപ്പിച്ചാൽ, അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു വയോജന വിദ്യാലയം നടത്തിയാൽ അത് ഭീഷണിയാകുമോ? പരസ്പരം കൊല്ലരുത് എന്ന് പഠിപ്പിച്ചാൽ ഭീകരാവസ്ഥ ഉണ്ടാകുമോ മിസ്റ്റർ നമ്പ്യാർ? അതാര് നടത്തുന്നതെന്നറിയോ? അറിയാം, രാധമ്മ എന്നൊരു സ്ത്രീ. ആ സ്ത്രീ ആരാണെന്നറിയോ? കൊല്ലപ്പെട്ട നെക്സലൈറ്റ് നേതാവ് തോമസ് ചാക്കോയുടെ ഭാര്യയാണ്. അതുകൊണ്ട് ഒരു സോഷ്യൽ ആക്ടിവിറ്റീസും പാടില്ല എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? പക്ഷെ മിനിസ്റ്റർ വരെ. പ്ലീസ് മിസ്റ്റർ നമ്പ്യാർ, മിനിസ്റ്റർ വിടൂ. അവർക്കൊക്കെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്, നമുക്കതില്ല. അതുകൊണ്ട് മഞ്ഞക്കണ്ണടകൾ നമുക്ക് ഒഴിവാക്കാം. നന്മയാണ് ആ സ്ത്രീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യട്ടെ. പോലീസ് തൽക്കാലം അതിൽ ഇടപെടണ്ട. മുകളിൽ ചോദ്യമുണ്ടായാലോ? പറയൂ, കളക്ടറാണ് ഉത്തരവാദിയെന്ന്. ഇറ്റ്സ് എ റിക്വസ്റ്റ്, ബട്ട് ടേക്ക് ഇറ്റ് ആസ് എൻ ഓർഡർ. അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല പശുക്കളാ. എന്നിട്ട് ആരാ ഇവിടെ കൊണ്ട് കിട്ടിയേ? ഞാൻ പറഞ്ഞതാ, അമ്മ സമ്മതിക്കണ്ടേ, മഞ്ഞുള്ളൂ അത്ര. ഞങ്ങൾ ഇനി പോകുന്നു. ആ പശുക്കൾ എന്തിനമ്മ ഉമ്മറത്ത് കെട്ടിയേ? അതിനിവിടെ ഒരു തൊഴുത്തെങ്കിലും വേണ്ടേ? ബംഗ്ലാവെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു തൊഴുത്തുണ്ടാവുന്നു. മഞ്ഞുകൊണ്ടാ ഉറങ്ങത്തില്ലടാ പാവത്തുങ്ങൾ. ആരെങ്കിലും ഒക്കെ വരുന്നതല്ലേ അമ്മേ? അതിനെന്താ, കടുവയും പുലിയൊന്നും അല്ലല്ലോ, പശു അല്ലേ? അത് ഐശ്വര്യ. എന്തിനാ എല്ലാത്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നേ? നാശം.
പിന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റുമോ? ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതാ അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോരെ. നിനക്ക് ക്ലാസ്സിൽ പോണ്ടേ? പഠിപ്പ് നിർത്താനാ പ്ലാൻ? അവിടുന്ന് ബുക്കും മാർക്ക് ലിസ്റ്റും ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നല്ല പാരൽ കോളേജ് ഉണ്ടല്ലോ. കുറച്ചു കാലെങ്കിലും നിന്റെ കൂടെ താമസിക്കാൻ കൊതിയുണ്ടടാ എനിക്ക്. അതിന് വീട് വളച്ചുകൂട്ടി കെട്ടും കെട്ടി പോരണമെന്നാ ഞാൻ ചോദിച്ചേ. വന്നത് ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങളങ്ങ് തിരിച്ചു പോയേക്കാം. എടാ ഞാൻ പറഞ്ഞത് അല്ല, ഞങ്ങൾക്ക് IAS ഇല്ല, അവരുടെ ജീവിത രീതികളും അറിയില്ല. അന്തസ്സിനെ യോജിക്കുന്നില്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം. നീ അകത്ത് പോടാ. തുടങ്ങി അവന്റെ ചുണ്ടി. ഇങ്ങനെയാ ചേട്ടനോട് സംസാരിക്കുക? പോ.